ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബ്ൾസ് വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നാട്ടിലെത്തിയിട്ടോ. നാട്ടിൽ ഭയങ്കര വെയിലാണ്. എൻ്റെ അമ്മയെ സഹിക്കാൻ പറ്റണില്ല വെയിൽ. ഇത് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റണില്ല. അപ്പോൾ നേരെ ഒരു 4-5 മണിയാകുമ്പോൾ ആ സമയത്ത് ഞങ്ങൾ കുറച്ച് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി അവിടെ നട്ട് വെച്ചിട്ടുള്ള കൃഷികളുണ്ട്. കൃഷി എന്നറിയില്ല, പേരയ്ക്ക, ചക്ക, മാങ്ങ, പിന്നെ എന്താ പറയുക, കുറേ സാധനങ്ങളുണ്ട്. നമ്മുടെ ചാമ്പയ്ക്ക അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അമ്മ പറയും ഇവിടെ നിറച്ചുണ്ട് എന്നൊക്കെ പറയും. വന്നിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊട്ടിച്ച് എത്ര പോലെ പഴുത്ത് മൂത്ത് നിൽക്കുന്ന പേരയ്ക്കകൾ എന്തൊരു ടേസ്റ്റ് വെച്ചിട്ട് പല തരത്തിലുള്ള ഉള്ളിലിങ്ങനെ മഞ്ഞ കളറ്, ചുവപ്പ് കളറൊക്കെ ആയിട്ടുള്ള പേരയ്ക്കകളൊക്കെ ഇട്ടിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള പേരയ്ക്കകളുണ്ട്. 3-4-5 തരം ഉണ്ട് ഇവിടെ. അപ്പോൾ പേരയ്ക്ക പൊട്ടിക്കട്ടോ, ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ പേരയ്ക്ക പൊട്ടിച്ച് ഞങ്ങൾ ഓരോ ചെടികളുടെ അടുത്ത് പോയിട്ട് നോക്കിയിട്ട് ഓരോന്ന് പൊട്ടിക്കുകയാണ്. അപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട് ഇത് കുഴിച്ച് ഈ ചെടി എന്താണ്, ചെടിയല്ല ഈ മരം എന്താണെന്ന് അറിയില്ല. ഇതിൽ നമുക്ക് നിറച്ചും കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പേരും അറിയില്ല. ഇനി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം, ഇതിന് ഫോട്ടോ എടുത്തിട്ടൊക്കെ ഇട്ടിട്ട് എന്താണെന്ന് അറിയണവരൊന്ന് പറയും. നിറച്ചും ആണെങ്കിൽ ഒന്ന് നിറച്ചും കായ്ച്ച് നിൽക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് ഒരിത്തും പിടിയും കിട്ടിയില്ല. വാങ്ങി വെക്കുമ്പോൾ ഒരു പേരെന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്നറിയില്ല. പിന്നെ അമ്മ ഈ വാഴക്കൊല പിടിച്ചേക്കണേ, വീട്ടിൽ ആരും ഇല്ലല്ലോ. അപ്പോൾ വാഴയൊക്കെ കൊലച്ച് പഴുത്ത് ഉണങ്ങിയിരിക്കണം, ആരും ഇല്ലാത്ത കാരണം കൊണ്ടേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ എല്ലാ പേരയ്ക്കകളൊക്കെ പറിച്ച് പോകുമ്പോഴാണ് ഒരു വാഴ ഇങ്ങനെ കാറ്റത്ത് ഒടിഞ്ഞ് വീണെടുക്കുന്നത്. പക്ഷേ കൊല ചള്ള് കൊലയാണ്, ഉപ്പേരിക്കും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അപ്പോൾ എന്താ ചെയ്ത, അതിൻ്റെ പൂവ് പൊട്ടിച്ച് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് കുറച്ച് അങ്ങനെ കെടുക്കട്ടെ എന്ന് വിചാരിച്ച്. എന്നാൽ മൂത്ത് കഴിഞ്ഞാൽ ഉപ്പേരിക്ക് വെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് അതിന് മുരിങ്ങയുടെ ഇല പൊട്ടിച്ച് പേരയ്ക്ക പൊട്ടിച്ച്. ഈ ഭാഗത്തുള്ള പേരയ്ക്ക വേറൊരു ടേസ്റ്റാണ്. ഇതൊരു ജ്യൂസ് അടിക്കാൻ പറ്റിയ ചെറുനാരങ്ങയുടെ പോലത്തെ അത് പഴുത്തൊക്കെ പൊട്ടിച്ച്. വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ട്. പിന്നെ കിണറൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് വെള്ളമൊക്കെ എത്രപ്പോഴുണ്ട് എന്നൊക്കെ ഒന്ന്, അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ ഇനി അടുത്ത് മാങ്ങ പൊടിക്കണം. പിന്നെ കുറേ ചാമ്പയ്ക്ക പൊട്ടിച്ച് വെച്ച്. ഇതൊന്നും ചാമ്പയ്ക്ക പൊട്ടിക്കണമൊന്നും ഷൂട്ട് ചെയ്തില്ല. നിറച്ചും തുറ്റനെ ചാമ്പയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച്, കുറച്ച് മുളക് പൊട്ടിച്ച്, അങ്ങനെ മാങ്ങയും മുളകും പിന്നെന്താ ഓമക്കായി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ലാസ്റ്റ് മാങ്ങയുടെ അടുത്ത് എത്തിയിട്ട് ചെറിയ തൈ മാങ്ങ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നും പൊട്ടിച്ച് വലിയ മാങ്ങകളുണ്ട്, മൂവാണ്ടൻ ഉള്ള മാങ്ങകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പലതരത്തിലുള്ളത്. അപ്പോൾ വെറൈറ്റി മാങ്ങയൊക്കെ പൊട്ടിച്ച് അപ്പം ഇത് പൊട്ടിച്ചിട്ട് നല്ല പഴുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പൊട്ടിച്ചിട്ട് ഇങ്ങനെ കടിച്ചിന് എത്ര ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ അങ്ങനെ ഇത് എന്താണ് നമ്മുടെ ഇത് എന്തോ പറഞ്ഞ അമ്മ മനസ്സിലായില്ല. ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഉപ്പിലിടുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ സംഭവം എന്താണെന്ന് മറന്നുപോയി. ഇത് നല്ല എന്താ പറയുക, ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആ വൃക്ഷം എന്താണെന്ന്. മരം നിറച്ചും പൂത്ത് കായ്ച്ച് നിൽക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് എത്തും പേട്ടിയും കിട്ടണില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അങ്ങനെ ഞാൻ മാങ്ങയൊക്കെ പൊട്ടിച്ച് മാങ്ങുമ്പോൾ കയ്യെത്തണത് ഇതെല്ലാം തന്നെ മാങ്ങയൊക്കെ കൈ കൊണ്ടൊക്കെ പൊട്ടിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നമ്മളെ വീട്ടിലുണ്ടായിട്ട് നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഈശ്വര ഭയങ്കര ഒരു സന്തോഷം. അങ്ങനെ കത്തിയൊക്കെ എടുത്തിട്ട് വലിച്ചിട്ടൊന്നും കിട്ടണില്ല. അപ്പോൾ കത്തിയിട്ടൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ കൊലകൊലയായിട്ട് മാങ്ങയൊക്കെ പൊട്ടിക്കുമ്പോഴേ ഒരു പ്രത്യേക ഒരു സന്തോഷം കണ്ടില്ലേ. ചെറിയ മാവിൻ്റെ മുകളിൽ 3-4 ഒക്കെ ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതെന്താണെന്ന് അറിയണവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പക്ഷേ ഇലയൊക്കെ പുഴു തിന്നിരിക്കുന്നു, പക്ഷെ കായ നല്ല ഉണ്ട്. ഇതിങ്ങനെയാണോ കഴിക്കേണ്ടത് എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ വെള്ളച്ചാമ്പയ്ക്കും കണ്ടമാനം കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് അറിയണവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് സഹായിക്കണേ. എന്താണിത്, ഇപ്പോൾ കഴിക്കാൻ പറ്റണതാണോ എന്താണെന്നുള്ളത് എല്ലാവർക്കും. പിന്നെ വെള്ളരിക്കും കുമ്പളങ്ങയും അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ കിട്ടിയിട്ട് ഒരു കുഞ്ഞ് വെള്ളരിക്ക എടുത്ത് ഞങ്ങൾ കെട്ടി തൂക്കി വിത്തിന് വേണ്ടിയിട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.